അള്ളാന്റെ പിടുത്ത ആർക്കാ വരുന്നത്? അള്ളാന്റെ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ വന്നിറങ്ങിയിട്ട് ജനങ്ങള് തൗബ മറക്കുന്ന സമയത്താണ് അള്ളാന്റെ പിടുത്തം ഉണ്ടാവുക. അപ്പോ ആ മറവി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ യഥേഷ്ടം ഏതൊരു സമയങ്ങളിലും ഇസ്തിഗ്ഫാർ ചോദിക്കണം. സലാം വീട്ടിയിട്ട് നമ്മൾ മാനം നോക്കി കൈമേ നോക്കി പറയാനല്ല വേണ്ടത്. നമ്മളെ ഇസ്തിഗ്ഫാർ മാനം നോക്കി സലാം വീട്ടിയാൽ ഒരു ആദത്തായിട്ടല്ല വേണ്ടത്. നമുക്ക് മനസ്സിലായോ? ഒരു പതിവായി നമ്മുടെ നാവിന്ന് വരുന്ന ഒരു ദിക്റായിട്ടല്ല വേണ്ടത് കൂട്ടരെ, മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലണം. അത് പറയാൻ നമുക്ക് കഴിയണം. ഖുർആൻ നമുക്കിങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ മഴയില്ല എന്ന് പറഞ്ഞു, അതേപോലെ സന്താനങ്ങളില്ല എന്ന് പറഞ്ഞു പരാതിപ്പെട്ട് വരുന്നവരോട് പോലും പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളുണ്ട്. അതിന്റെ തഫ്സീറിൽ കാണുകയാണ്.